ഇംഗ്ലീഷ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഇവിടെ രഞ്ജിത്ത് സാറിൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടം പോലെ യൂട്യൂബിൽ കിട്ടും, അതുപോലെ തന്നെ ആപ്പിൽ കിട്ടും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കണ്ടു നോക്കുക. അതുപോലെ തന്നെ മലയാളം എടുക്കുക. മലയാളം നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ എന്താ കാണാൻ പറ്റും, ശ്രീനിധി സാറിൻ്റെ ക്ലാസ് കിട്ടും. അപ്പോൾ അത് നിങ്ങൾ അതുപോലെ തന്നെ മാത്സിൻ്റെ വിശാഖ് സാറിൻ്റെ ക്ലാസ് കിട്ടും, വിപിൻ സാറിൻ്റെ ക്ലാസ് കിട്ടും. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വർഷം അവസാനം നോട്ടിഫിക്കേഷൻ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന കേരള PSC നടത്തുന്ന പോസ്റ്റിലോട്ടുള്ള എക്സാമിന് എങ്ങനെ തയ്യാറെടുക്കാം, ഇപ്പോഴേ അതിനുള്ള തയ്യാറെടുപ്പ് എങ്ങനെ ആരംഭിക്കാം എന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കി തരിക തുടങ്ങിയ കാര്യങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം ഓഡിയൻസ് ആരാണ്? ഈ ഒരു വീഡിയോയുടെ ഓഡിയൻസ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു ഡിഗ്രി തല എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ആൾക്കാർ, അതായത് പുതിയതായിട്ട് തയ്യാറെടുക്കാവുന്ന ആൾക്കാരുണ്ട്, നിലവിലൊരു ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും തയ്യാറെടുക്കുന്ന ആൾക്കാരുണ്ടാവും, ഇപ്പോൾ LDCക്ക് പ്രിപ്പയർ ചെയ്യുന്നു, അടുത്തൊരു ഡിഗ്രി തല എക്സാം എഴുതണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഈ ഒരു ഡിഗ്രി തല എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാവരുമാണ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഓഡിയൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് തുടങ്ങാം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു എക്സാമിനായി ഇപ്പോഴേ എങ്ങനെ തയ്യാറെടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ഒരു ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക, ആദ്യം പഠിക്കാം, ആദ്യ റാങ്ക് നേടാം എന്നുള്ളതാണ് നമ്മുടെ സ്ട്രാറ്റജി. ആദ്യമേ നമുക്ക് പഠിക്കാം, അതുപോലെ തന്നെ ആദ്യ റാങ്കുകളിൽ നമുക്ക് എത്താം. ആദ്യ റാങ്കുകളിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ അഡ്വൈസിൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? നമുക്കൊരു ജോലി, നമ്മുടെ ഒരു സീറ്റ് അവിടെ ഉറപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് ആദ്യമേ പഠിച്ചു തുടങ്ങാം, ആദ്യമേ പഠിക്കാം എന്നുള്ളതാണ് നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതായത് നമുക്ക് പലപ്പോഴും ഒരു ചിന്തയുണ്ടാകും, നോട്ടിഫിക്കേഷൻ വരട്ടെ, നോട്ടിഫിക്കേഷൻ വന്നിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ എക്സാമിനുള്ള ഈ പറയുന്ന പോലെ ഈ മാസത്തെ എക്സാം കലണ്ടർ പ്രസിദ്ധീകരിക്കട്ടെ എന്നിട്ട് പഠിച്ചു തുടങ്ങാം എന്നുള്ള ഒരു ചിന്തയിലിരിക്കുന്ന ആൾക്കാരുണ്ടാകും. പക്ഷെ ഞാൻ ആദ്യമേ പറയട്ടെ, ഇതൊരു ഡിഗ്രി തല എക്സാമാണ്, ഡിഗ്രി ലെവൽ പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ ഡിഗ്രി ലെവൽ ചോദ്യ പേപ്പറിൽ കണ്ടിട്ടുള്ള ആൾക്കാരുണ്ടാകും, പക്ഷെ പുതിയതായിട്ട് വന്നിട്ടുള്ള ആൾക്കാരുണ്ടാവും. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഇതൊരു 2 മാസമോ 3 മാസമോ കൊണ്ട് കംപ്ലീറ്റ് സിലബസ് തീർക്കാൻ പറ്റുന്നൊരു സാധനമല്ല. അതിന് അത്യാവശ്യം ഡെപ്തായിട്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ സ്ട്രാറ്റജികൾ മനസ്സിലാക്കി റിവിഷൻ ചെയ്ത് പഠിക്കേണ്ടത് വളരെ ആവശ്യമുള്ള കാര്യമാണ്. നിങ്ങൾ മറ്റൊരു കാര്യം മനസ്സിലാക്കുക, ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിനൊപ്പം തന്നെ അടുത്ത വർഷം KS എന്നൊരു എക്സാമും കൂടെ വരുന്നുണ്ട് നമ്മുടെ മുന്നിൽ. അപ്പോൾ ഇതിന് തയ്യാറെടുക്കുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും KS എന്ന് പറയുന്നൊരു എക്സാമും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നമുക്ക് നല്ല രീതിയിലൊരു ട്രൈ കൊടുക്കാൻ പറ്റുന്നൊരു എക്സാമാണ്. അപ്പോൾ ഇപ്പോഴേ നിങ്ങൾ തയ്യാറെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് മാത്രമല്ല, KS ഒരുപക്ഷെ നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങും എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ സ്ട്രാറ്റജി എന്താണ്? ആദ്യമേ പഠിക്കാം, ആദ്യ റാങ്ക് നേടിയെടുക്കാം എന്നുള്ളതാണ്. ഇനി നിങ്ങളൊന്ന് നോക്കുക, എങ്ങനെ നമ്മുടെ തയ്യാറെടുപ്പ് തുടങ്ങാം. നമുക്കെല്ലാം തന്നെ എന്ത് ചെയ്യാം, പോയിൻ്റായിട്ട് തന്നെ നമുക്ക് നോക്കാം. ആവശ്യമുള്ള പോയിന്റുകൾ മാത്രം നോക്കാം. നമ്മൾ വെറുതെ എന്ത് ചെയ്യുന്നില്ല, വലിച്ചുവാരി കാര്യങ്ങൾ പറയുന്നില്ല. എന്ത് നമുക്ക് ചെയ്യാം, എങ്ങനെ നമ്മുടെ തയ്യാറെടുപ്പ് ആരംഭിക്കാം. നമ്മുടെ തയ്യാറെടുപ്പ് മനസ്സിലാക്കുന്ന ആദ്യം ട്രെൻഡ് മനസ്സിലാക്കുക. ഈ ഒരു എക്സാമിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യാനുള്ള പരിപാടി എന്ന് പറയുന്നത്. നമുക്കറിയാം, ഡിഗ്രി തല എക്സാമുകളുടെ ട്രെൻഡ് എന്ന് പറയുന്നത് പ്രിലിംസ് മെയിൻസ് വന്നത് തൊട്ടേ തന്നെ ട്രെൻഡ് മാറിയിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു ട്രെൻഡ് മനസ്സിലാക്കുക. ഏത് രീതിയിലാണ് ഇപ്പോൾ ചോദ്യങ്ങൾ വരുന്നത്, ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്, ഏത് തരത്തിലുള്ള ചോദ്യങ്ങൾ, സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വരുന്നുണ്ട്. UPSC എക്സാമുകളിൽ നിന്ന്, UPSC സിവിൽ സർവീസ് അതുപോലെ തന്നെ CAPF പോലുള്ള എക്സാമുകളിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ടോ, അതുപോലെ തന്നെ ഈ ചോദ്യങ്ങൾ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുക മുഴുവൻ സിലബസും കവർ ചെയ്തുകൊണ്ട് മാത്രമാണോ, തുടങ്ങിയ ട്രെൻഡുകൾ, തുടങ്ങിയ കാര്യങ്ങൾ, അത് പുതിയതായിട്ട് വരുന്ന ഈ ഡിഗ്രി ലെവൽ എക്സാമിൽ വരുന്ന ട്രെൻഡുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് വീഡിയോസിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡിഗ്രി ലെവൽ എക്സാമുകളിൽ മാറുന്ന ട്രെൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ ആ ട്രെൻഡുകൾ ആദ്യം മനസ്സിലാക്കുക. ഈ ഒരു മേഖലയിലോട്ട്, ഈ ഒരു കേരള PSCയുടെ ഡിഗ്രി തല എക്സാമിലോട്ട് വന്നിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആദ്യം ചെയ്യാനുള്ളത് ട്രെൻഡ് മനസ്സിലാക്കുക. എന്തൊക്കെയാണ് മാറ്റം PSCയിൽ ഇപ്പോൾ കാണാൻ പറ്റുന്നത്, പ്രത്യേകിച്ച് ഡിഗ്രി തല എക്സാമുകളിൽ. ആ ട്രെൻഡ് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ മുന്നിലെ ആദ്യ തയ്യാറെടുപ്പിൻ്റെ കാൽവയ്പ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾ തയ്യാറെടുപ്പിന് വേണ്ടി ആദ്യത്തെ കാൽവയ്പ് നോക്കി എന്താണ്, ട്രെൻഡ് മനസ്സിലാക്കുക. അപ്പോൾ ട്രെൻഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കവിടെ എന്ത് ചെയ്യാൻ പറ്റണം, ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കാൻ പറ്റണം. അപ്പോൾ മനസ്സിലായല്ലോ, ട്രെൻഡ് മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു സ്റ്റഡി പ്ലാനാണ് അവിടെ ചെയ്യാനുള്ളത്. അപ്പോൾ സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോൾ ഓരോ ആൾക്കാർക്കും സ്റ്റഡി പ്ലാൻ വ്യത്യാസപ്പെട്ടിരിക്കും അല്ലേ. ഇപ്പോൾ നിലവിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാകാം, ഇപ്പോൾ ഡിഗ്രി പഠനം കഴിഞ്ഞിട്ട് ഇറങ്ങിയ ആൾക്കാരുണ്ടാകാം, അതുപോലെ തന്നെ വീട്ടമ്മമാരായിട്ടുള്ളവരുണ്ടാകാം, അത്തരത്തിലുള്ള പല പ്രൈവറ്റ് ജോലികൾ ചെയ്യുന്നവരുണ്ടാകാം, മറ്റ് ഗവൺമെൻറ് ജോലികൾ ചെയ്യുന്നവരുണ്ടാകാം, അതുപോലെ മറ്റ് ഇപ്പോൾ PG ഒക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ടാകാം. അപ്പോൾ പല മേഖലയിലുള്ള ആൾക്കാരാണ് ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മുന്നിലൊരു സ്റ്റഡി പ്ലാൻ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഒരുപോലെ എന്ത് ചെയ്യില്ല, ഒരുപോലെ ഫിറ്റ് ആകത്തില്ല. മനസ്സിലായല്ലോ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള
നിങ്ങൾ കസ്റ്റമൈസ് ചെയ്തെടുക്കുന്ന ഒരു സ്റ്റഡി പ്ലാൻ, അതാണ് നമുക്കിവിടെ ആവശ്യം. നിങ്ങളുടെ പേഴ്സണലൈസ്ഡ് സ്റ്റഡി പ്ലാൻ നിങ്ങൾ തന്നെ തയ്യാറെടുക്കുക. സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഡെയിലി ടാസ്കുകൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുന്നത് കൊണ്ട് തന്നെ ഒരു ദിവസം 10 മണിക്കൂർ 15 മണിക്കൂർ എന്നുള്ളതൊന്നും ആവശ്യമില്ല. ഒരു ദിവസം വളരെ കുറഞ്ഞ സമയം, നിങ്ങൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ വളരെ കുറഞ്ഞ സമയം ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങളുടെ ഡെയിലി ടാസ്കുകളായിട്ട് ഉൾപ്പെടുത്താം അല്ലേ. അപ്പം നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് എപ്പോഴും തന്നെ അതിനകത്ത് ഒരു ഡെയിലി ടാസ്ക് ഉണ്ടായിരിക്കണം. ഡെയിലി ടാസ്ക് അല്ലെങ്കിൽ ഡെയിലി ടു ഡു ലിസ്റ്റ് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. ദിവസവും നിങ്ങൾ ഇന്ന ടോപ്പിക്കുകൾ കവർ ചെയ്യും. ടു ഡു ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡെയിലി ടാസ്ക് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. അത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ അന്ന് കിടന്ന് ഉറങ്ങത്തുള്ളൂ എന്നുള്ളൊരു ഡെയിലി ടാസ്ക് അല്ലെങ്കിൽ ഒരു ടു ഡു ലിസ്റ്റ് സെറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഡെയിലി ടാസ്ക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീക്ക്ലി റിവിഷൻസ് വയ്ക്കാം. ഈ ടാസ്കുകൾ റിവൈസ് ചെയ്യുന്ന ഒരു റിവിഷൻസ് വയ്ക്കാം. മന്ത്ലി റിവിഷൻസ് വയ്ക്കാം. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ ഇത് ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. ഡെയിലി ടാസ്കുകൾ സെറ്റ് ചെയ്യുക. ഡെയിലി ഒന്നുകിൽ നിങ്ങൾക്ക് ടാസ്കുകൾ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡെയിലി ഇത്ര അവേഴ്സ് പഠിക്കുമെന്ന് വെക്കാം. തുടങ്ങിയ കാര്യങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ അതൊക്കെ എങ്ങനെ വെക്കണം എന്നുള്ളത് വരുന്ന വീഡിയോസിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ടാസ്കിനകത്ത് ഉൾപ്പെടുത്തണം എന്നുള്ളത് നമുക്ക് നോക്കാം. വരുന്ന വീഡിയോസില്ല, വരുന്ന സ്ലൈഡ്സിൽ നമുക്ക് നോക്കാം. അപ്പം നോക്കിയേ, ഒരു ഡെയിലി ടാസ്ക് അല്ലെങ്കിൽ ഡെയിലി ടു ഡു ലിസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്ത് വെക്കണം? നിങ്ങളുടെ മുന്നിലൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം. ഞാൻ ഈ ദിവസം ഓരോ ദിവസം 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ പഠിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന വിഷയം ഇന്ന ടോപ്പിക്കുകൾ കവർ ചെയ്യും, ഇന്ന ക്വസ്റ്റ്യൻസ് ചെയ്യും എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. അത് ടിക്ക് ചെയ്ത് പോവുക. ഒരു ദിവസം കഴിയുമ്പോൾ അത് ടിക്ക് ചെയ്യുക. ചെയ്തില്ലെങ്കിൽ അത് എന്ത് ചെയ്യുക? ക്രോസ് മാർക്ക് ഇടുക. അടുത്ത ദിവസം അതും കൂടെ കഴിഞ്ഞിട്ടേ നമ്മൾ കിടക്കത്തുള്ളൂ. അപ്പോൾ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി വെക്കുക. സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് എക്സാം എഴുതുന്നവരെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഈ സ്റ്റഡി പ്ലാനിൽ അതിനനുസരിച്ചുള്ള ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരാം. നിലവിൽ നമ്മുടെ മുന്നിൽ നമുക്കറിയാം സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് വരുന്നുണ്ട്, അത് കഴിഞ്ഞൊരു കേസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിനുള്ള പഠനം ആരംഭിക്കാം. ഡിഗ്രി പ്രിലിംസിനുള്ള പഠനം നമുക്ക് ആരംഭിക്കാം. അതിന് ഡെയിലി ടാസ്കുകൾ, വീക്ക്ലി റിവിഷൻ എന്ന് പറയുന്നൊരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കി വെക്കുക. ആ സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുമ്പോൾ ട്രെൻഡുകൾ മനസ്സിലാക്കിയുള്ള സ്റ്റഡി പ്ലാൻ വേണം നിങ്ങൾ തയ്യാറാക്കാൻ. ട്രെൻഡുകൾ മനസ്സിലാക്കിയുള്ള സ്റ്റഡി പ്ലാൻ എന്ന് എന്താ പറയാൻ കാരണം? മാറുന്ന ട്രെൻഡിനനുസരിച്ച് നിങ്ങളുടെ പ്ലാൻ സെറ്റ് ചെയ്തില്ലെങ്കിൽ ആ പ്ലാൻ എന്തായിരിക്കും? ഒരു പരാജയമായിരിക്കും അല്ലേ. അപ്പോൾ ട്രെൻഡ് മനസ്സിലാക്കുക, അതിനനുസരിച്ചുള്ള പ്ലാൻ നിങ്ങൾ എന്ത് ചെയ്യണം? സെറ്റ് ചെയ്യണം. ഇനി അടുത്തത്, ഇനി നമ്മുടെ പഠനം ആരംഭിക്കുന്ന റിസോഴ്സസ് എന്തൊക്കെയാണ്? അതായത് പഠനം ആരംഭിക്കുമ്പോൾ, പുതിയതായിട്ടൊരു പഠനം ആരംഭിക്കുമ്പോൾ നമുക്ക് ഏതൊക്കെ വിഭവങ്ങൾ, എന്തൊക്കെ റിസോഴ്സസ്, എന്തൊക്കെ സ്റ്റഡി മെറ്റീരിയൽ നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്തിൽ നിന്ന് നമ്മുടെ പഠനം ആരംഭിക്കാം? ആദ്യം എല്ലാവരും പറയുന്ന പോലെ തന്നെ ഏതൊരു കേരള PSC എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളും ചെയ്യുന്ന പോലെ തന്നെയാണ് നമുക്കാദ്യം സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് നമ്മുടെ പഠനം ആരംഭിക്കാം. മനസ്സിലായല്ലോ? അപ്പം നിങ്ങളുടെ ഈ ഒരു പ്രിപ്പറേഷൻ ജേണി ആരംഭിക്കുന്നത് ഒരു പ്ലാൻ തയ്യാറാക്കി. ഇതിനകത്ത് നിങ്ങളുടെ പഠനം ആരംഭിക്കുന്നതോ സ്കൂൾ പാഠപുസ്തകങ്ങൾ തന്നെയാണ്. മനസ്സിലായല്ലോ? അപ്പം നിങ്ങളുടെ സ്കൂൾ പാഠപുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ SCERT NCERT ശ്രദ്ധിക്കുക. SCERT NCERT, നമ്മൾ SCERT മാത്രമല്ല പറയുന്നത്, പ്ലസ് NCERT പറയുന്നുണ്ട്. അതായത് SCERT 7ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ്, 9 അല്ല 7ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCERT ടെക്സ്റ്റ് ബുക്കുകൾ. നിങ്ങളൊരു പ്രത്യേകത, നിങ്ങൾക്ക് ഇംഗ്ലീഷും പഠിക്കാം മലയാളവും പഠിക്കാം. ഇംഗ്ലീഷിലും മലയാളത്തിലും 2 ഭാഷയിലും ചോദ്യങ്ങളുണ്ട്. പലപ്പോഴും പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്നതാണ്, ഇംഗ്ലീഷിലാണോ മലയാളത്തിനാണോ ഡിഗ്രി ലെവൽ എക്സാമുകളുടെ ചോദ്യങ്ങൾ വരിക? നിങ്ങൾക്ക് ഡിഗ്രി പ്രിലിംസും മെയിൻസും തന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഡിഗ്രി ലെവൽ ചോദ്യങ്ങളുണ്ടാകും. അതുകൊണ്ട് ഇപ്പോൾ മലയാളം പഠിക്കാത്ത കുട്ടികളുണ്ടാവും, നമുക്ക് ഡിഗ്രി ലെവൽ കേരള PSCയുടെ എക്സാം എഴുതാൻ പറ്റുമോ എന്നൊരു ചോദ്യം, ഡൗട്ട് ഉണ്ടാകും. പക്ഷെ പേടിക്കേണ്ട, ഇംഗ്ലീഷിലും മലയാളത്തിലും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 7ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCERT പാഠപുസ്തകങ്ങൾ സമഗ്രയിൽ അവൈലബിൾ ആണ്. ഇനി വേറൊരു പ്രത്യേകത എന്താണ്? നമ്മുടെ SCERTയുടെ 7, 9 അതുപോലെ തന്നെ 10 ഇത്തരത്തിലുള്ള ഈ നമ്മുടെ സിലബസ് പരിഷ്കരിച്ചിട്ടുണ്ട്. പുതിയ സിലബസിലുള്ള പാഠപുസ്തകങ്ങൾ സമഗ്രയിൽ അവൈലബിൾ ആണ്. അപ്പോൾ പുതിയ പാഠപുസ്തകങ്ങൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, സമഗ്ര പ്ലസ് വെബ്സൈറ്റിൽ പുതിയ പാഠപുസ്തകങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചില ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ ഇതുവരെ ഷെയർ ആയിട്ടില്ല, അപ്ലോഡ് ആയിട്ടില്ല. അതുടനെ തന്നെ അപ്ലോഡ് ആകും നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട്? 7ാം ക്ലാസ് 9ാം ക്ലാസ്സിലേക്ക് പാഠപുസ്തകം, സോഷ്യൽ സയൻസ് ഒക്കെ പാഠപുസ്തകങ്ങളൊക്കെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. പുതിയതായിട്ട് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? വന്നിട്ടുണ്ട്. പഴയ പുസ്തകത്തിനെ പരിഷ്കരിച്ച് വലിയ രീതിയിൽ അപ്ഡേറ്റഡ് ആയിട്ടാണ് പുതിയ പാഠപുസ്തകം വന്നിട്ടുള്ളത്. അപ്പോൾ പുതിയ സിലബസും പുതിയ SCERT നമ്മൾ എന്ത് ചെയ്തിരിക്കണം? നോക്കണം. 7ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഇംഗ്ലീഷും മലയാളവും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ലഭ്യമാണ്. അപ്പോൾ അതെന്ത് ചെയ്യുക? അതൊന്ന് നോക്കുക. അതുപോലെ തന്നെയാണ് NCERT 11th ഉം 12th ഉം. NCERT നമുക്ക് 11ാം ക്ലാസ്സിലെ
12ാം ക്ലാസ്സിലെയും NCERT പാഠപുസ്തകങ്ങളും വായിച്ചു നോക്കുക. മനസ്സിലായല്ലോ? കാരണം NCERTയിൽ നിന്ന് വലിയ രീതിയിൽ ജോഗ്രഫി ആയിക്കോട്ടെ, എക്കണോമിക്സ് ആയിക്കോട്ടെ, കോൺസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, ഇതിലെല്ലാം തന്നെ 11ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും NCERT പാഠപുസ്തകങ്ങളിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പാഠപുസ്തകങ്ങൾ SCERT 7 മുതൽ 10 വരെ, NCERT 11th 12th പാഠപുസ്തകങ്ങൾ എന്ത് ചെയ്യണം, നമ്മളൊന്ന് വായിച്ചിരിക്കേണ്ടത് നല്ലതാണ്. ഇപ്പോഴേ വായിച്ചു തുടങ്ങിയാൽ എക്സാം വരുന്ന സമയത്ത് ആ ഒരു റഷ് ഉണ്ടാകും. ബാക്കിയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യണം, അതുപോലെ റിവിഷൻ ചെയ്യണം, നിങ്ങൾക്ക് ഡെയിലി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാകും. ആ സമയത്ത് ഈ ഒരു SCERT NCERT ഉണ്ടാകുന്ന ഒരു റഷ് ഉണ്ടാകുന്നുണ്ടല്ലോ, അത് ഒഴിവാക്കി നമുക്ക് ഇപ്പോഴേ ഓരോ ചാപ്റ്റർ വെച്ച് വായിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അത്യാവശ്യം ഒരുവിധം ടെക്സ്റ്റ് ബുക്കുകളെല്ലാം തന്നെ നിങ്ങളവിടെ എന്ത് ചെയ്യും, കവറാകും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിന്നാണ് നിങ്ങളുടെ പഠനം. ഇപ്പോഴേ സെക്രട്ടറി ടെസ്റ്റിന് തയ്യാറെടുക്കുന്നവർ SCERT പാഠപുസ്തകങ്ങളിൽ നിന്ന് നിങ്ങളുടെ പഠനം ആരംഭിക്കുക. ഇനി അടുത്തതായിട്ട് രണ്ടാമത് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സ്റ്റഡി പ്ലാനിൽ ആദ്യം നമ്മൾ പറഞ്ഞു SCERT ആണ് നമ്മൾ വായിക്കുന്നത്. രണ്ടാമത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? രണ്ടാമത് നമുക്ക് ചെയ്യാവുന്നത് മുൻവർഷ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യാം. ഇത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ട് മുൻവർഷ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നു? പല ആൾക്കാർക്കും ഒരു ഡൗട്ട് ഉണ്ടാകും. മുൻവർഷ ചോദ്യങ്ങൾ നമുക്ക് നോക്കി വായിച്ച് പഠിക്കാം, അങ്ങനെ ചെയ്താൽ പോരെ? അല്ലെങ്കിൽ മുൻവർഷ ചോദ്യങ്ങളിൽ വന്ന ഫാക്റ്റുകൾ മാത്രം നമുക്ക് നോക്കിയാൽ പോരെ? പറ്റില്ല. ഞാനിവിടെ പറയുന്നത് എന്താ, വർക്കൗട്ട് ചെയ്യണം. അതായത് എന്താ പറയാൻ കാരണം, നിങ്ങളൊരു എക്സാം എഴുതുന്ന അതേ ഒരു സീരിയസ്നെസ്സോട് കൂടി മുൻവർഷ ചോദ്യങ്ങൾ ഒരു എക്സാം രൂപേണ വീട്ടിലിരുന്ന് ചെയ്തു നോക്കാം. എന്തുകൊണ്ടാണ് പറയാൻ കാരണം, ഈ മുൻവർഷ ചോദ്യങ്ങളിലാണ് നമുക്ക് എന്ത് കിട്ടുക, പുതിയ ട്രെൻഡ് മനസ്സിലാക്കുക. മനസ്സിലായോ? അതായത് എക്സാമിൻ്റെ ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കി തരുന്ന മുൻവർഷ ചോദ്യങ്ങൾ. അതായത് 2024 നടന്നിട്ടുള്ള ഡിഗ്രി പ്രിലിമിനറി എക്സാമിൻ്റെ ചോദ്യ പേപ്പർ നോക്കുമ്പോൾ നമുക്ക് ഈ വർഷം ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ കേരള PSCയിൽ വന്നിട്ടുള്ള ട്രെൻഡിലെ മാറ്റം നമുക്ക് മനസ്സിലാക്കാം. അപ്പം നിങ്ങൾ 2024, 2023, 2022, അതായത് മുൻവർഷങ്ങളിലെ ചോദ്യ പേപ്പറുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രെൻഡ് അനലൈസ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും വലിയ റിസോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കയ്യിലുള്ള ഡേറ്റ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ഒന്ന് വർക്കൗട്ട് ചെയ്യുക, എക്സാം എഴുതുന്ന പോലെ തന്നെ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഒന്നാമതായിട്ട് അവിടെ നിന്ന് ട്രെൻഡ് കിട്ടും. രണ്ടാമതായിട്ട് നമുക്ക് അവിടെ നിന്ന് എന്ത് കിട്ടുന്നുണ്ട്, ഹോട്ട് ടോപ്പിക്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നു. കാരണം ആവർത്തിച്ച് PSC ചോദിക്കുന്ന ഒരുപാട് മേഖലകളുണ്ട്. ഇപ്പോൾ എക്കണോമിക്സിൻ്റെ കാര്യം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയ വരുമാനം, ഇൻഫ്ലേഷൻ, അതുപോലെ തന്നെ മോണിറ്ററി പോളിസി, ഫിസ്ക്കൽ പോളിസി, GST, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് പലതവണ ആവർത്തിച്ച് ചോദിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മുൻവർഷ ചോദ്യങ്ങൾ ചെയ്താലേ അതാണ് ഹോട്ട് ടോപ്പിക്. ഹോട്ട് ടോപ്പിക് എന്ന് വെച്ചാൽ ആവർത്തിച്ച് വരുന്ന സാധനങ്ങൾ. അത് ഒരു ഹോട്ട് ടോപ്പിക് ആണെന്ന് മനസ്സിലാകുന്ന എപ്പോഴാണ്? മുൻവർഷ ചോദ്യം ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഹോട്ട് ടോപ്പിക്സ് ഏതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നിങ്ങളെ ഈ ഒരു മുൻവർഷ ചോദ്യങ്ങൾ നിങ്ങളെ സഹായിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ട്രെൻഡ് മനസ്സിലാക്കുക, രണ്ടാമത് ഹോട്ട് ടോപ്പിക്സ് മനസ്സിലാക്കുക. ഇനി മറ്റൊന്ന് വേറൊരു കാര്യം എന്ന് പറയുന്നത്, പലപ്പോഴും പറയാറുണ്ട്, ഒരു ഡിഗ്രി തല എക്സാമുകൾക്ക് നമുക്ക് എലിമിനേഷൻ ടെക്നിക്ക് വർക്കൗട്ട് ആവും. അതായത് ഈ പറയുന്ന പോലെ എല്ലാ സാധനങ്ങളും നമുക്ക് ഒരിക്കലും പഠിച്ചുകൊണ്ട് ഒരു ഡിഗ്രി തല എക്സാമിനോ UPSCയോ അതുപോലെ ഇപ്പം വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ചോദ്യങ്ങളുണ്ടല്ലോ, പ്രസ്താവന ചോദ്യങ്ങൾ, അത് നമുക്ക് എഴുതണമെങ്കിൽ ഒരിക്കലും ഇപ്പോൾ മുഴുവൻ സാധനവും പഠിച്ചുകൊണ്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. ഒരിക്കലും നമുക്ക് സിലബസ് തീർക്കാൻ പറ്റത്തില്ല. പകരം എന്ത് ചെയ്യാം, ആ ഒരു ക്വസ്റ്റ്യനിൽ ഒളിച്ചിരിക്കുന്ന ചില നമുക്കറിയാവുന്ന കുറച്ച് സാധനങ്ങൾ യൂസ് ചെയ്ത് നമ്മളൊരു സ്മാർട്ട് വർക്ക് ചെയ്ത് അതിന്ന് കുറച്ച് എലിമിനേറ്റ് ചെയ്ത് കളയാം. എലിമിനേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ നമുക്കറിയാവുന്ന ഓപ്ഷൻസ് വെച്ച് അറിഞ്ഞൂടാത്തത് അവിടെ നിന്ന് എടുത്ത് മാറ്റി ആൻസർ കറക്റ്റ് ഓപ്ഷനിലോട്ട് എത്തിച്ചേരാം. അതിനാണ് എലിമിനേഷൻ എന്ന് പറയുന്നത്. ഇതൊരാളൊരു പഠിപ്പിച്ചു തരുന്നൊരു ടെക്നിക്കാണ് എന്ന് തോന്നുന്നില്ല. കാരണം നമുക്ക് ഒന്നോ രണ്ടോ തവണ നമുക്ക് പറഞ്ഞു തരാം. ബാക്കി ഈ ഒരു എലിമിനേഷൻ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ മുൻവർഷ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ഉദാഹരണം ഒരു ചോദ്യം വരുന്നു, ആ ചോദ്യത്തിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് അറിയാം, 2 സ്റ്റേറ്റ്മെൻറ്റ് അറിയില്ല. ആ ഒരു അറിയാവുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ഓപ്ഷൻസ് എടുക്കുക. ആ ഓപ്ഷൻസിൽ നിങ്ങൾക്ക് എങ്ങനെ ആൻസറിലോട്ട് എത്താം. നമ്മുടെ ഡിഗ്രി തല ചാനലിൽ കേരള PSC എൻട്രിയുടെ ഡിഗ്രി ലെവൽ PSC എക്സാംസിൻ്റെ ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമ്മൾ എലിമിനേഷൻ ടെക്നിക്സ് എങ്ങനെ വർക്കൗട്ട് ആകണമെന്നൊരു വീഡിയോ ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ എലിമിനേഷൻ നിങ്ങൾക്ക് വർക്കൗട്ട് ആകും, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വന്നാൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിൽ എങ്ങനെ എലിമിനേഷൻ, അതുപോലെ എങ്ങനെ ഗസ് വർക്ക് തുടങ്ങിയ കാര്യങ്ങൾ വർക്ക് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് ഈ ഒരു ഡിഗ്രി ലെവൽ ചാനലിൽ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞു എന്താണ് എലിമിനേഷൻ, മൂന്നാമതായിട്ട് നമ്മൾ പറയുന്നു എലിമിനേഷൻ വർക്കൗട്ട് ചെയ്യാം. എലിമിനേഷൻ അതുപോലെ തന്നെ ഗസ് വർക്ക് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നടത്താം, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് വെച്ച്. അങ്ങനെ എലിമിനേഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ മുൻവർഷ ചോദ്യ പേപ്പറിൽ വെറുതെ വായിച്ചിട്ട് കാര്യമുണ്ടോ? ഞാനിപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുന്നു, ആൻസർ വായിക്കുന്നു, ക്വസ്റ്റ്യൻ വായിക്കുന്നു, ആൻസർ വായിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ എലിമിനേഷൻ വർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ ആ ചോദ്യം ഒരു എക്സാമിന് എഴുതുന്ന പോലെ ചെയ്തു നോക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന ഒരേ ഒരു ഓപ്ഷൻ,
അത് വെച്ച് എങ്ങനെ ആൻസറിലെത്താം, അതാണ് എലിമിനേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ മുൻവർഷ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ ട്രെൻഡ് കിട്ടും, ഹോട്ട് ടോപ്പിക്സ് കിട്ടും, എലിമിനേഷൻ വർക്കൗട്ട് ആകും. ഇനി മറ്റൊരു കാര്യം, ഈ ചോദ്യങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ UPSCയുടെ ചോദ്യ പേപ്പറുകളും ചെയ്തു നോക്കാവുന്നതാണ്. UPSCയുടെ സിവിൽ സർവീസ് എക്സാമിൻ്റെ പ്രിലിമിനറി ചോദ്യ പേപ്പറുകളും അതുപോലെ തന്നെ CAPFൻ്റെ പ്രിലിമിനറി അതിൻ്റെ ചോദ്യ പേപ്പറുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ചെയ്ത് നോക്കാവുന്നതാണ്. കാരണം അതിൽ നിന്നുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ, അതിൽ നിന്നുള്ള പ്രസ്താവനകൾ, ചിലപ്പോൾ അതിൽ നിന്നുള്ള ചോദ്യം അതുപോലെ എടുക്കുന്നു എന്നല്ല, അതിൽ നിന്നുള്ള പ്രസ്താവനകൾ നമുക്ക് പലപ്പോഴും ഡിഗ്രി തല എക്സാമുകളിൽ കാണാൻ പറ്റുന്നുണ്ട്. SSC, UPSC എന്നൊക്കെയുള്ള ചോദ്യ പേപ്പറുകൾ അതുപോലെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ചോദ്യ പേപ്പറുകളുടെ ചോദ്യങ്ങളുടെ പ്രസ്താവനകൾ, സ്റ്റേറ്റ്മെൻറ്റുകൾ അതുപോലെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ UPSCയുടെ എക്സാമിൻ്റെയൊക്കെ ചോദ്യ പേപ്പറുകൾ നമുക്ക് എന്ത് ചെയ്യുക, ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, അതൊന്ന് പരിചയപ്പെടുക. നിങ്ങൾ മുഴുവനായിട്ട് അത് തന്നെ അതായി കംപ്ലീറ്റ് UPSC പഠിക്കണം എന്നല്ല പറയുന്നത്, അതിൽ ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ എടുത്ത് പ്രാക്ടീസ്, അതൊന്ന് പരിചയപ്പെടുക. കാരണം അതിൻ്റെ ഇപ്പോൾ എന്താണ് ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോയൊക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ യൂട്യൂബിൽ ഒരുപാട് കിട്ടും. അത് നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, അതിൻ്റെ കോഡ് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്ര സിമ്പിൾ ആയിരുന്നോ ഈ ഒരു ചോദ്യം. അപ്പോൾ ഇത്തരത്തിലൊരു ചോദ്യം ഡിഗ്രിയിൽ വന്നാൽ ഇത് എങ്ങനെ ആൻസറിലോട്ട് എത്താമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ടാണ് ചോദ്യ പേപ്പറുകൾ ചെയ്യുക. ഡിഗ്രി തലത്തിനൊപ്പം തന്നെ UPSCയുടെ 2-3 ചോദ്യങ്ങളും കൂടെ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് പരിശീലിച്ച് നോക്കുക. കാരണം അത് UPSC ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ KAS പ്രിപ്പറേഷനും സഹായിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഇത്രയും ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഇത്രയും സ്റ്റെപ്പുകൾ പറഞ്ഞു. ഇനി നമ്മൾ അടുത്ത് പോകുന്നത് എന്താണ്, ഇപ്പോഴേ ആരംഭിച്ചാൽ ന്യൂസ് പേപ്പർ വായിക്കാനുള്ളൊരു അവസരം, സമയം നിങ്ങൾക്കുണ്ടാവും. ഡെയിലി ന്യൂസ് പേപ്പറുകൾ അല്ലേ? നമുക്കറിയാം കറണ്ട് അഫെയർസ് നമുക്ക് അത്യാവശ്യമാണ്. കാരണം കറണ്ട് അഫെയർസ് നേരിട്ട് ചോദിക്കുന്നു, നേരിട്ട് ചോദ്യങ്ങളിൽ കറണ്ട് അഫെയർസ് ചോദ്യം എന്ന പേര് ചോദിക്കുന്നു. അതിനൊപ്പം സബ്ജക്റ്റ് വൈസ് കറണ്ട് അഫെയർസ്, ഇപ്പോൾ എക്കണോമിക്സിൽ, കോൺസ്റ്റിറ്റ്യൂഷനിൽ, ജോഗ്രഫിയിൽ ഒളിച്ചു കിടത്തുന്ന കറണ്ട് അഫെയർസ് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ഈ പറയുന്ന പോലെ ആ ചോദ്യങ്ങൾ, അതായത് ചോദ്യം കണ്ടാൽ എക്കണോമിക്സ് ചോദ്യം തോന്നും, ജോഗ്രഫി ചോദ്യം തോന്നും, ആണ്. പക്ഷെ അതിനകത്ത് ആ ചോദ്യം വരാൻ കാരണം എന്തെങ്കിലും നമ്മുടെ രാജ്യത്തോ ലോകത്തോ ഒക്കെ നടന്നിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആയിരിക്കും. മനസ്സിലായോ? സാമ്പത്തിക വ്യവസ്ഥയിൽ, സമ്പദ് വ്യവസ്ഥയിൽ നടന്ന എന്തെങ്കിലും മാറ്റങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, ചോദ്യങ്ങളായിട്ട് വരാം. അപ്പോൾ കറണ്ട് അഫെയർസ് ഇപ്പോഴേ ആരംഭിക്കുക. ഡെയിലി നിങ്ങൾക്ക് കറണ്ട് അഫെയർസ് ഏതെങ്കിലും നമ്മുടെ എൻട്രി ആപ്പിനകത്ത് തന്നെ ഡെയിലി കറണ്ട് അഫെയർസ് ഉണ്ട്, അതുപോലെ തന്നെ വീക്ക്ലി കറണ്ട് അഫെയർസ് ഉണ്ട്, യൂട്യൂബ് ചാനലിൽ കറണ്ട് അഫെയർസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറണ്ട് അഫെയർസ് നിങ്ങളെ എന്നും, അതായത് എന്നും ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ആപ്പിനകത്തും യൂട്യൂബിലും അതുപോലെ വീക്ക്ലി ഒക്കെ കറണ്ട് അഫെയർസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറണ്ട് അഫെയർസ് ഇപ്പോഴേ എന്ത് ചെയ്യാം, തയ്യാറെടുക്കാം. കറണ്ട് അഫെയർസിന് തയ്യാറെടുക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നിങ്ങൾക്ക് ഡെയിലി പേപ്പർ വായിക്കുക. നിങ്ങൾ പേപ്പർ വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നു. മറ്റൊരാൾ പറഞ്ഞു തരുന്ന പോലെ അതിനേക്കാളും അപ്പുറം പേപ്പർ വായിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഞാൻ പറയുന്നത് എല്ലാവരും വായിക്കാൻ പറ്റണമെന്നില്ല, സാഹചര്യം ഉണ്ടാവണമെന്നില്ല, വായിക്കാൻ പരമാവധി ശ്രമിക്കുക. ഇപ്പോഴേ പേപ്പർ വായന ഒരു ശീലമാക്കി നിങ്ങൾക്ക് മാറ്റുക. കുറച്ച് ഒരു മാസമൊക്കെ കഴിയുമ്പോൾ പേപ്പറിൽ ഇന്ന ഭാഗം മാത്രം വായിച്ചാൽ മതി എന്നൊരു അവസ്ഥയിലോട്ട് നിങ്ങൾ എത്തും. മനസ്സിലായല്ലോ? ആദ്യം തുടക്ക സമയത്ത് നമ്മൾ ഫസ്റ്റ് പേജ്, പരസ്യ പേജ്, ചരമക്കോളം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കും. പിന്നെ അവസാനം വരുന്ന സമയത്ത് ഇത് മാത്രം വായിച്ചാൽ മതി നമ്മുടെ എക്സാമിന് എന്നുള്ള ഒരു ലെവലിലോട്ട് നിങ്ങൾ എത്തും. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഈ പറയുന്ന പോലെ പേപ്പർ വായിക്കുക, കറണ്ട് അഫെയർസിന് തയ്യാറെടുക്കുക. ഇനി മറ്റൊന്ന്, ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനം എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിക്കണം. എന്താണ്? MEM സബ്ജക്റ്റുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അത് ഡിഗ്രി തല എക്സാം അല്ല, കേരള PSC നടത്തുന്ന, ശ്രദ്ധിക്കുക, കേരള PSC നടത്തുന്ന എല്ലാ എക്സാമുകൾക്കും ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കാനുള്ളതാണ്, ഒഴിവാക്കാൻ പാടില്ലാത്തതാണ് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം അല്ലേ? മാത്സ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ്, അതുപോലെ തന്നെ മലയാളം. മനസ്സിലായല്ലോ? ഈ 3 സാധനങ്ങളും കൈപ്പിടിയിൽ ഒതുക്കിയാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടാം? നമുക്ക് എത്ര മാർക്ക് കിട്ടാം? നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ തന്നെ കാണാം അല്ലേ? 10, 20, 30 മാർക്ക് നമ്മുടെ ഇവിടെ കയ്യിലുണ്ട്. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിൽ കൂടുതൽ ശ്രദ്ധ നമ്മൾ കൊടുക്കുക. അതിപ്പോൾ LDC ആണെങ്കിലും, നിങ്ങളിപ്പോൾ പിന്നെ LSGS എക്സാം ആണെങ്കിലും, അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് ആണെങ്കിലും, KS ആണെങ്കിലും, ഏതാണെങ്കിലും മാത്സും ഇംഗ്ലീഷും മലയാളം അവിടെ പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ്. അത് 3ഉം ഇപ്പോഴേ എന്ത് ചെയ്യുക, ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യുക, മാത്സിൽ ഓരോ ടോപ്പിക്കുകളായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഇംഗ്ലീഷ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇംഗ്ലീഷ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഇവിടെ രഞ്ജിത്ത് സാറിൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടം പോലെ യൂട്യൂബിൽ കിട്ടും, അതുപോലെ തന്നെ ആപ്പിൽ കിട്ടും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കണ്ടു നോക്കുക. അതുപോലെ തന്നെ
മലയാളം എടുക്കുക, മലയാളം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്താ കാണാൻ പറ്റും, ശ്രീനിധി സാറിൻ്റെ ക്ലാസ് കിട്ടും. അപ്പോൾ അത് നിങ്ങൾ അതുപോലെ തന്നെ മാത്സിൻ്റെ വിശാഖ് സാറിൻ്റെ ക്ലാസ് കിട്ടും, വിപിൻ സാറിൻ്റെ ക്ലാസ് കിട്ടും. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എൻട്രിയിൽ ഈ മാത്സും ഇംഗ്ലീഷും മലയാളമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് യൂട്യൂബിൽ വീഡിയോ ക്ലാസ്സസ് ഉണ്ട്. അതിപ്പോൾ ഡിഗ്രി ലെവൽ ചാനലും ഉണ്ട്, മെയിൻ ചാനലിലും ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ആപ്പിനകത്ത് ഇഷ്ടം പോലെ നിങ്ങൾക്ക് എന്താ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ആപ്പ് ജസ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതിനകത്ത് ചോദ്യ പേപ്പറുകളുണ്ട്, ഒരുപാട് ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഫ്രീ ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഫ്രീ ക്വിസസ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം സ്ട്രോങ് ആക്കി വെക്കുക, MEM സബ്ജക്റ്റുകൾ. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ എന്താണ്, നമ്മൾ ആദ്യം SCRT തുടങ്ങുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക, അതുപോലെ കറണ്ട് അഫെയർസ് തയ്യാറെടുക്കുക. ഇപ്പോഴേ തന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഇത് മൂന്നും എന്ത് ചെയ്യുക, ഒന്ന് തയ്യാറാക്കിയിരിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് റിവിഷൻ ചെയ്യുക എന്നുള്ളത്. മനസ്സിലായല്ലോ? അപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യുന്നതാണ് റിവിഷൻ. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം LDC എക്സാം അതല്ലെങ്കിൽ 10th ലെവൽ 12th ലെവൽ എക്സാമിൽ നിന്ന് ഡിഗ്രി തല എക്സാമിലോട്ട് വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് കൂടുതൽ നമുക്ക് കോൺസെപ്റ്റുകൾ അറിഞ്ഞിരിക്കണമെന്നുള്ളതാണ്. ഇൻഫ്ലേഷൻ, വിലക്കയറ്റം ഒരു കോൺസെപ്റ്റാണ്. എങ്ങനെ വിലക്കയറ്റം ഉണ്ടാകുന്നു എന്നുള്ളതൊരു കോൺസെപ്റ്റാണ്. ഈ വിലക്കയറ്റം ഉണ്ടായാൽ എങ്ങനെ നമ്മുടെ രാജ്യത്തെ സർക്കാരും അതുപോലെ കേന്ദ്ര ബാങ്ക്, റിസർവ് ബാങ്ക് അത് എങ്ങനെ തടയാൻ വേണ്ടിയുള്ള മാർഗ്ഗങ്ങൾ എന്ത് കൊണ്ടുവരുന്നു എന്നുള്ളതൊരു കോൺസെപ്റ്റാണ്. അപ്പം ഈ പറയുന്ന 10th ലെവൽ 12th ലെവലിൽ കോൺസെപ്റ്റ് വരത്തില്ലെന്നല്ല, വളരെ കുറവാണ്. അതേസമയം ഡിഗ്രി ലെവലിൽ ഈ കോൺസെപ്റ്റുകൾ കൂടുതലാണ്. അപ്പോൾ റിവിഷൻ ചെയ്യുന്ന സമയത്ത് ഈ കോൺസെപ്റ്റുകൾ റിവൈസ് ചെയ്യണം. മനസ്സിലായോ? കോൺസെപ്റ്റുകൾ ഒന്നും കൂടെ റിവൈസ് ചെയ്ത് അത് സ്ട്രോങ് ആക്കണം. നമ്മുടെ കോൺസെപ്റ്റുകൾ സ്ട്രോങ് ആക്കിയാൽ മാത്രമേ, ബേസ് സ്ട്രോങ് ആക്കിയാലേ മുകളിൽ ബിൽഡിംഗ് കെട്ടാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന പോലെ കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക. ഈ പറയുന്ന പോലെ കോൺസെപ്റ്റുകൾ ക്ലിയർ ആക്കുക. കോൺസ്റ്റിറ്റ്യൂഷനകത്ത് വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ജോഗ്രഫിക്കകത്ത് വരുന്നുണ്ട്, ഈ നമ്മുടെ എക്കണോമിക്സിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ടോപ്പിക്കുകളിലെ സബ്ജക്റ്റുകളിലെല്ലാം തന്നെ കോൺസെപ്റ്റുകൾ വരുന്നുണ്ട്. ഈ കോൺസെപ്റ്റുകൾ ക്ലിയർ ആക്കിയാൽ പിന്നീട് നിങ്ങൾക്ക് അങ്ങോട്ട് പേപ്പർ വായിക്കുമ്പോഴാണെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോഴാണെങ്കിലും എല്ലാം തന്നെ നിങ്ങൾക്ക് സിമ്പിളാണ് കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ റിവിഷൻ ചെയ്യുമ്പോൾ കോൺസെപ്റ്റുകളും കൂടെ റിവൈസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ഇനി മറ്റൊരു കാര്യം, റിവിഷൻ ചെയ്തിരിക്കണം. നമ്മൾ വെറുതെ എല്ലാ ദിവസവും പഠിക്കുക, എല്ലാ ദിവസവും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, 1 മണിക്കൂർ മാറ്റി വയ്ക്കുന്നു, 2 മണിക്കൂർ മാറ്റി വയ്ക്കുന്നു, 3 മണിക്കൂർ മാറ്റി വയ്ക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. ആഴ്ചയിൽ ഒരിക്കൽ റിവിഷൻ ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇത്ര ദിവസം കൂടുമ്പോൾ റിവിഷൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഈ മാറ്റി വെച്ച മണിക്കൂറുകൾ എന്ന് പറയുന്ന മണിക്കൂറുകൾ പാഴ് സമയമായിട്ട് മാറും. എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ ഈ പഠിക്കുന്ന നമ്മുടെ ബ്രെയിൻ ഇടയ്ക്കൊക്കെ എന്ത് ചെയ്യണം, ഒന്ന് പൊടി തട്ടിയെടുക്കുക. ഈ പഠിച്ച് ശേഖരിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളൊന്ന് പൊടി തട്ടിയെടുക്കണം, അല്ലേ? കാരണം നമ്മൾ ഒരു 4 ദിവസം 5 ദിവസം പഠിച്ചു, അതിനുശേഷം 2 ദിവസം നമുക്ക് റിവിഷൻ യൂസ് ചെയ്യാം. മനസ്സിലായല്ലോ? റിവിഷൻ യൂസ് ചെയ്യാന്നല്ല, റിവിഷൻ യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് വേണം വീണ്ടും പുതിയ കാര്യം പഠിക്കാൻ. അല്ലാതെ പഠിച്ചുകൊണ്ട് മാത്രം ഇരുന്നിട്ട് കാര്യമില്ല, റിവിഷൻ വേണം. അത് ഏത് എക്സാമിനും പോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാമിനും റിവിഷൻ ആവശ്യമാണ്. ഇവിടെ കോൺസെപ്റ്റുകളും റിവിഷൻ ചെയ്യുക. മനസ്സിലായല്ലോ? നമ്മൾ ഈ പറയുന്ന ഓരോ സബ്ജക്റ്റിലും വരുന്ന കോൺസെപ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യണം, റിവിഷൻ ചെയ്യണം. അപ്പോൾ ഈ പറയുന്ന രീതി നമ്മൾ ഇത്രയും പറഞ്ഞ പോയിന്റുകൾ വച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ തയ്യാറാക്കാൻ. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും പറഞ്ഞ പോയിന്റുകൾ യൂസ് ചെയ്താണ് നിങ്ങളെ സ്റ്റഡി പ്ലാൻ തയ്യാറാക്കാനുള്ളത്. അതിനകത്ത് അപ്പോൾ എന്ത് വരണം, നിങ്ങൾ ഈ പറയുന്ന പോലെ എന്താണ്, സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകൾ കവർ ചെയ്തിരിക്കണം ആ സ്റ്റഡി പ്ലാനിൽ. നിങ്ങളുടെ ഡെയിലി സ്റ്റഡി പ്ലാനിൽ സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകൾ കവർ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഡെയിലി സ്റ്റഡി പ്ലാനിൽ ഈ സബ്ജക്റ്റുകൾ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഉൾപ്പെടുത്തിയിരിക്കണം. അതുപോലെ തന്നെ ഡെയിലി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിരിക്കണം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ഡെയിലി സ്റ്റഡി പ്ലാനിൽ ഇപ്പോഴേ പഠനം ആരംഭിക്കുന്നവർക്ക് ഡെയിലി സ്റ്റഡി പ്ലാനിൽ ടെക്സ്റ്റ് ബുക്കുകൾ വേണം, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഉൾപ്പെടുത്തണം, PYQs ഉൾപ്പെടുത്തണം. ഇതിനനുസരിച്ച് വേണം നിങ്ങളുടെ ടു ഡു ലിസ്റ്റ്, ഓരോ ദിവസവും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള ടു ഡു ലിസ്റ്റും അതുപോലെ നിങ്ങളെ വീക്ക്ലി റിവിഷനും കൊണ്ടുവരാൻ. ഇതിനൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡെയിലി ഓർ വീക്ക്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, CAക്ക് വേണ്ടി മാറ്റി വയ്ക്കാം. മനസ്സിലായല്ലോ? ഇതിനൊപ്പം CAക്ക് വേണ്ടി മാറ്റി വെക്കരുതെന്നല്ല പറയുന്നത്, ഇതിനൊപ്പം CAയും കൂടെ ഉൾപ്പെടുത്തി നിങ്ങളുടെ ടു ഡു ലിസ്റ്റ് ആൻഡ് വീക്ക്ലി ടൈം ടേബിൾ തയ്യാറാക്കാം. ടൈം ടേബിൾ തയ്യാറാക്കുമ്പോൾ ജോലിക്ക് പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു 2 to 3 hours അല്ലെങ്കിൽ 3 to 4 hours ഒരു ദിവസം കിട്ടിയാലായി. അതേസമയം ഇതിന് വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട് ലീവ് എടുക്കുന്നവർ അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി കംപ്ലീറ്റ് സമയം മാറ്റി വെച്ചിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം 5 to 6 hours കിട്ടും ഒരു ദിവസം, അതോ അതിൽ കൂടുതലോ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഒരു നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം, അത് ഒരു ദിവസം 2 മണിക്കൂറോ 5 മണിക്കൂറോ എത്ര ആയിക്കോട്ടെ, അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ടു ഡു ലിസ്റ്റ് കസ്റ്റമൈസ് ചെയ്തോണം എന്നുള്ളതാണ് നമുക്കിവിടെ പറയാനുള്ളത്. ഇപ്പോഴേ ഒരു ടു ഡു ലിസ്റ്റ് അല്ലെങ്കിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പഠനം ആരംഭിച്ചു കഴിഞ്ഞാൽ
ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ബാക്കിയെല്ലാം ഭയങ്കര ഈസി ആയിരിക്കും. മനസ്സിലായോ? അതായത് ഇപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യുന്നു, കഷ്ടപ്പെടുന്നു, നിങ്ങൾ തന്നെ ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നു, നിങ്ങൾ തന്നെ ഒരു ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ബോധ്യമുണ്ട് നിങ്ങൾക്ക് എന്നും തീർക്കാൻ പറ്റുന്നു. നിങ്ങൾ തന്നെ നിങ്ങൾക്ക് മോട്ടിവേഷൻ നിങ്ങൾ തന്നെയാണ്. ഞാൻ ഇന്ന ദിവസം സെറ്റ് ചെയ്ത് വെച്ച ടു ഡു ലിസ്റ്റ് തീർന്നു, ഞാൻ തീർത്തു, ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നവിടെ നിങ്ങൾ തന്നെ ആയിരിക്കണം. എക്സാം നോട്ടിഫിക്കേഷൻ വരെ നമ്മൾ ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ നമ്മുടെ ഡിഗ്രി ലെവൽ ചാനൽ വഴി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് വീഡിയോസായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോസായിട്ട് തന്നുകൊണ്ടിരിക്കും, സ്ട്രാറ്റജികൾ പറഞ്ഞു തന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്ന കാര്യത്തിൽ ടെൻഷൻ, ഡൗട്ടുകൾ എന്ത് വന്നു കഴിഞ്ഞാലും എൻട്രി കൂടെ ഉണ്ടാവും. അപ്പം നിങ്ങളുടെ പഠനം, നിങ്ങളുടെ സ്ട്രാറ്റജി യൂസ് ചെയ്തുള്ള നിങ്ങളുടെ പഠനം, നിങ്ങളുടെ ഒരു സ്റ്റഡി പ്ലാൻ ഇപ്പോൾ തന്നെ ആരംഭിക്കുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ്.